ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജ്ജി തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ മുളക് ബജ്ജിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ് ക്രിസ്പി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജ്ജി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതായത് നമ്മൾ തട്ടുകടയിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ ഒക്കെ വാങ്ങുന്ന പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ രുചികരമായിട്ട് തന്നെ നമുക്ക് ഈ മുളക് ബജ്ജി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 5 മുളക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബജ്ജി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 5 മുളകിന് 1 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു കറക്റ്റ് അളവായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് കടലമാവിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നുള്ള ഒരു കണക്കിൽ നിങ്ങൾ ചേർക്കാം. അപ്പോൾ ഈ അരിപ്പൊടി എന്തായാലും നിങ്ങൾ ചേർക്കണം. ഈ അരിപ്പൊടി ചേർത്താലാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയുടെ അളവ് കൂടാതെ നോക്കുക. നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നുള്ള ഒരു കണക്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർക്കുക. അപ്പോൾ ഉപ്പ് ഇത്ര അളവിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്, പക്ഷേ അധികം എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇവിടെ ആവശ്യം കുറച്ച് സോഡാപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഡാപ്പൊടിയും കൂടി ചേർത്താലാണ് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സോഡാ പൗഡർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രശ്നമില്ല. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കായം പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും അളവിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 1 കപ്പ് കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കലക്കിയെടുക്കുമ്പോൾ അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒന്നാകെ ഒഴിക്കാതെ അല്പാൽപ്പമായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയെടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 1 കപ്പ് കടലപ്പൊടിക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാലാണ് നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കലക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അധികം കട്ടില്ലാണ്ടും അധികം ലൂസില്ലാതെയും നമ്മൾ കലക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ മുളക് മുക്കിയെടുക്കുന്ന സമയത്ത് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പുറന്തോടിന് ഭയങ്കര കട്ടിയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ലൂസായിട്ടാണെങ്കിൽ നമ്മളെ മുളകിൽ മാവ് വേണ്ടത്ര നമുക്ക് പിടിക്കില്ല മുക്കിയെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ലപോലെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒന്നാകെ വെള്ളം ഒഴിക്കാതെ അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കലക്കിയെടുക്കുക. ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾക്കിത് കലക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് അതേപോലെ തന്നെ മുളക് ഇതൊക്കെ നമുക്ക് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്കാണെങ്കിൽ എരിവ് ചേർക്കാം. അതേപോലെ തന്നെ ഉപ്പ് കുറവുള്ളവരാണെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നമ്മൾ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ നോക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിലുള്ള മുളക് പൊടി ഒക്കെ നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും മുളക് എരിവ് അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നോക്കാൻ പറയുന്നത്. മാവ് കലക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ മുളക് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ വെള്ളം ഒന്ന് നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒപ്പി കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലത്തെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കുരു കളയാനായിട്ട് നമ്മളിതൊന്ന് നെടുകെ കീറി കൊടുത്താൽ മതി. അതായത് അറ്റം വിട്ടുപോരാത്ത വിധത്തിൽ നമ്മളിതൊന്ന് നെടുകെ കീറിയിട്ട് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ കുരുവിന് ചെറുതായിട്ടൊന്നും എരിവുണ്ടായിരിക്കും, അധികം എരിവൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മൾ പൊരിക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ കടഭാഗത്താണ് ഇതിൻ്റെ കുരുവൊക്കെ അധികം ഉള്ളത്. അപ്പം നമ്മൾ ഒരു കത്തിയുടെ മൊന ഉപയോഗിച്ചിട്ട് ആ കടഭാഗത്ത് ഒന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുരുവൊക്കെ ഒന്ന് ഇങ്ങോട്ട് പോന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ അറ്റം അതായത് ഈ കടഭാഗം വിട്ട് വരാത്ത വിധത്തിൽ വേണം നമ്മൾ കുരു കളയുമ്പോൾ നമ്മൾ ചെയ്തെടുക്കാനായിട്ടാണ്.
നമുക്ക് നമ്മുടെ എല്ലാ മുളകും നമുക്ക് ഇതുപോലെ കീറിയെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം മാവ് കലക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ മുളക് കഴുകിയിട്ട് കീറാൻ നിന്നാൽ മതിയിട്ട്. അപ്പം നമ്മളുടെ മാവ് ആദ്യം കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം മാവ് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ മാവ് അധികം നേരം ഒന്നും നമ്മൾ കലക്കി വെക്കണ്ട. നമ്മളുടെ ഈ മുളക് ഒന്ന് കഴുകി കീറി കുരു കളയുന്ന ഒരു ടൈം മാത്രം മതി മാവ് നമ്മൾ കലക്കി വെച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുളകെല്ലാം കുരു കളഞ്ഞതിന് ശേഷം നമ്മൾ മാവിൽ മുക്കിയിട്ട് ഒന്നൊന്നായി പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം വെച്ചിട്ടൊന്നും വേണ്ട പൊരിച്ചെടുക്കാനായിട്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവിൽ ഇത് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ സോഡാപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പൊരിച്ചെടുത്താൽ മതിയിട്ടാണ്. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ മാവ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടായ ഓയിലിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ മുളക് നമ്മളിപ്പോൾ മാവിൽ മുക്കണ സമയത്ത് നമ്മൾ മാവ് മുളകിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഒരു സൈഡ് മാത്രം മുക്കിയെടുക്കുക, കുറച്ചങ്ങോട്ട് മുക്കിയെടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ മുളക് ബജി എല്ലാ ഭാഗത്തേക്കൊന്നും മാവ് നമുക്ക് എത്തില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വേണം നമ്മൾ ഈ മുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മുളകായതുകൊണ്ട് തന്നെ ചില മുളക് ചിലപ്പോൾ നല്ല നീളമുള്ള മുളക് ഉണ്ടായിരിക്കും. അപ്പം നമ്മളുടെ മുളക് ഫുള്ള് കൊള്ളണ വിധത്തിലുള്ള ഒരു പാന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ മുളകിൻ്റെ ഒരു സൈഡൊന്നും നമ്മൾ ഈ ഓയിലിൽ മുങ്ങിക്കെടുക്കില്ല. അപ്പോൾ നിങ്ങൾ പാൻ എടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ മുളക് ചിലപ്പോൾ നീളമുള്ള മുളകുണ്ടായിരിക്കും, അതേപോലെ തന്നെ നീളം കുറഞ്ഞ മുളകുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മുളക് നീളത്തിൽ കൊള്ളാൻ പാകത്തിനുള്ള ഒരു പാന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാന് നല്ലപോലെ ചൂടായിട്ട് വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഹൈ ഫ്ലെയിമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മുളക് ഇട്ട് കൊടുത്ത് നമ്മളുടെ ഒരു സൈഡ് ഒന്ന് ചൂടായി വരുന്നതിനനുസരിച്ച് വേണം നമ്മുടെ ഫ്ലെയിം കുറച്ച് കൊടുക്കാനായിട്ട്. ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണ്ട. അപ്പോൾ മുളക് ഇട്ട് കൊടുത്ത് നമ്മളുടെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറയ്ക്കാണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുളക് വേണ്ടത്ര വെന്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ ഈ പുറം തൊലി ഇല്ല, അതായത് നമ്മൾ കോട്ട് ചെയ്ത മാവിൽ മുക്കിയ ആ കോട്ടിങ് വേഗം കരിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ പൊരിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ പുറംതൊലി മാത്രം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്തിട്ടുണ്ടായിരിക്കില്ല. അതായത് മുളക് നമുക്ക് അതേപോലെ തന്നെ കട്ടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം മുളകും കൂടി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടി നമ്മുടെ പുറംതൊലി നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് വെച്ച് നമുക്ക് തയ്യാറായി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം പൊരിച്ച് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത ബാച്ചായിട്ടാണ് ബാക്കി 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 5 മുളകും കൂടി നമ്മൾ ഇതേപോലെ തന്നെ പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും